ഫിസിക്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കൈനമാറ്റിക് ഇക്വേഷൻസ്. അതിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കാൽക്കുലസ് വഴി. ഇന്ന് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷനും കാൽക്കുലസ് വഴി ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്: v² - u² = 2as. നമ്മളെപ്പോഴത്തും തുടങ്ങുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെച്ചാണ് തുടങ്ങുന്നത്, which is a = dv/dt. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് dx/dx കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. dx/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, കാരണം ഇതെന്തായാലും 1 തന്നെയാണ്. സോ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ഡിടിൻ്റെയും dxൻ്റെയും പ്ലേസ് സ്വാപ്പ് ചെയ്യാൻ പോവാണ്. അതായത് dv/dxഉം dx/dt കിട്ടും നമുക്ക്. ഇത് സ്വാപ്പ് ചെയ്യുന്നതിലും വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. സോ എങ്ങനെ പോയാലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക. സോ നമ്മൾ എഴുതാൻ പോവുകയാണ് dv/dx × dx/dt. ഇങ്ങനെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം dx/dt ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ഇസ് ജസ്റ്റ് വെലോസിറ്റിയാണ്. സോ നമുക്കിതിനെ v × dv/dx എന്ന് എഴുതാം. സിമ്പിൾ ആസ് ദാറ്റ്. ഇതുവരെ ഉള്ള മനസ്സിലായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഈ dxനെ നമ്മൾ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് കിട്ടുക v/dv = a × dx എന്ന് കിട്ടും. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് ബിക്കംസ് (v/dv = a × dx). ഇവിടെ വെലോസിറ്റിക്ക് റെസ്പെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ u ഇനീഷ്യൽ വെലോസിറ്റി തൊട്ട് v ഫൈനൽ വെലോസിറ്റി വരെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പൊസിഷന് റെസ്പെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ x1 ടു ഫൈനൽ പൊസിഷൻ x2 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ അതേ ഒരു ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. (x × dx = x²/2). ഇത് ഞങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞൊരു ഇക്വേഷനാണ്. ഇവിടെ ഇതേ ഫോമിലാണ് ഈ ഒരു v × dv നിൽക്കുന്നത്. x × dx v × dv. നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ v²/2 ഇത് 2 ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് = ഇതിൻ്റെ a ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ എനെ പുറത്തെടുക്കുക, (x1 to x2 dx) എന്ന് കിട്ടും. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മളിനി ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബിക്കം v² - u² / 2 a ടൈംസ്. നമുക്കറിയാം dxൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് x ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. സോ a ടൈംസ് x2 - x1. ഈ x2 - x1 അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ജസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളതിനെ s ആയിട്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക v² - u²/2 = as എന്ന് കിട്ടും. ഈ 2നെ നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ v² - u² = 2as. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് മൊത്തം സ്റ്റെപ്പുകളും. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നും ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ഇക്വേഷനും ഇതേപോലെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ ഈ dxൻ്റെ പാർട്ടാണ്. ഇത് 1 തന്നെ ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ ഈ ഇക്വേഷനും നമ്മളങ്ങനെ സക്സസ്ഫുള്ളി 3 കൈനമാറ്റിക് ഇക്വേഷനും കാൽക്കുലസ് വഴി ഡെറൈവ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കുക.
എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളും നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എനിക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ആകാൻ അത് സഹായിക്കും. സോ ഈ ഇക്വേഷൻ എല്ലാവരും മനസ്സിലായവർ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 3 കൈനമാറ്റിക് ഇക്വേഷൻസും കാൽക്കുലസ് വഴി ഡെറൈവ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായി തന്നെ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി മനസ്സിലാവാത്തവർക്ക് തീർച്ചയായും ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ അപ്രിസിയേഷനും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ വരുത്തിയിട്ടുണ്ടാവാം, അത് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അതുകൂടി ഒന്ന് അറിയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെയധികം സഹായിക്കും. സോ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.